ഹായ് പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഇന്നത്തെ വീഡിയോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഇതേപോലുള്ള ചെടികൾ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതാണ്. ഇത് മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, അതുപോലെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഈ ഇല എങ്ങനെയാണ് നിർമ്മിക്കാൻ നോക്കാം. ഇതിൻ്റെ പുറം ഭാഗത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ടാലേ ഇതുപോലെ കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിനാവശ്യമായ സാധനം കുറച്ച് കമ്പി, കുറച്ച് സിമെൻറ്റ്, കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇങ്ങനെ നോക്കാം. ഇത് കുറച്ച് മണൽ നമുക്ക് കുതിർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് വേണം ചെയ്യാൻ. ഇതിലെ ഇല വളഞ്ഞു കിട്ടും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചതിന് ശേഷം ഒരു കമ്പി അറ്റം വളച്ച് ഇല പോലെ വളച്ച് വെക്കുന്നതാണ്. ഇല വളഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇത് വെച്ചതിന് ശേഷം നമുക്ക് കമ്പി വളക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ചകിരി നാര് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാ സ്ഥലത്തും വെച്ച് കൊടുത്താൽ നമുക്ക് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഉപകരിക്കും. ശേഷം രണ്ടാമത്തെ ലെയർ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അരികൊക്കെ ക്ലീനാക്കി കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകണം. അരികും കോണൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം. ശേഷം ഇതൊന്ന് വളച്ചെടുത്ത് ശേഷം ഇതിൻ്റെ തണ്ടിനാവശ്യമായ ഒരു വാട്ടർ ലെവൽ പൈപ്പ് നമുക്കിത് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് ചെറിയ പീസാക്കി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് ആക്രിലിക് കളർ ഉപയോഗിച്ച് ഇലകൾക്ക് കളർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ തണ്ടുകൾ ഓരോന്നാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. ശേഷം വീണ്ടും കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി നമ്മൾ ഇതേപോലെ ചെറിയ തെർമോകോൾ പീസുകൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ചും കൂടി ലാഭിക്കാം. വലിയ പാത്രമൊക്കെ ആകുമ്പോൾ കുറച്ചധികം പ്ലാസ്റ്റർ ഓഫ് പാരീസ് വയ്ക്കേണ്ടി വരും. ഇതിനുശേഷം ഇത് ഇറക്കി വെച്ചതിന് ശേഷം വീണ്ടും പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇതേപോലെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പരമാവധി ഷെയർ ചെയ്യുക. ഇതേപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.